നമ്മൾ 6 മെത്തേഡ് നമ്മുടെ ജീവിതത്തിൽ 18 ദിവസം തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ, വെറും 18 ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് സിദ്ധമാകുക, കൃത്യമായ രീതിയിൽ ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. നമ്മൾ അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്ന വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ പ്രാർത്ഥനയും ഒപ്പം ഭാഗ്യവും കൂടി വന്നു ചേരുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പുണ്ട്. പക്ഷെ ഇത്രയും ചെയ്തിട്ടും പല വ്യക്തികൾക്കും ഇത് കിട്ടുന്നില്ല എന്നുള്ള പരാതിയുമുണ്ട്. അപ്പോൾ പ്രാർത്ഥന, അതിനോടൊപ്പം വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചുവടുകളും വച്ചിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ പോകുന്നതിന് നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ ചില കാരണങ്ങളെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചം പല സീക്രട്ടുകളെ ഒളിപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിട്ടും നമ്മൾ ഒരു ഗതിയിലേക്ക് എത്തിച്ചേരാത്തത് ചില കീകൾ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ അധികമൊന്നും കഴിവുകളൊന്നും ഇല്ല, പക്ഷേ സമൂഹത്തിലും സ്വാധീന ശക്തിയിലും സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉന്നത സ്ഥാനത്തെത്തുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രാപഞ്ചികമായ കീ ഇവർക്ക് ചിലപ്പോൾ അവരറിയാതെ തന്നെ അവർക്ക് ലഭ്യമാകുന്നതാവാം, അല്ലെങ്കിൽ അവർ ഇതിനെ കണ്ടെത്തുന്നതായിരിക്കാം. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് 6 മെത്തേഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് ഋഷീശ്വരന്മാരും പ്രത്യേകിച്ച് ടിബറ്റൻ സന്യാസിമാരും ചൈനയിലുള്ള സന്യാസിമാരും നമ്മുടെ ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് ഹിമാലയൻ പ്രവിശ്യയിലുള്ള ഒരുപാട് പേരിൽ നിന്ന് അവരുടെ ശിഷ്യഗണങ്ങളിലേക്ക് പകർന്നുപോയ ഒരു മെത്തേഡാണ് 6 മെത്തേഡ്. ഇന്ന് വളരെ വലിയ കോർപ്പറേറ്റുകളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും വളരെ വലിയ ബിസിനസ്സുകാരും എല്ലാം ഈ 6 മെത്തേഡ് ശീലിക്കുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ അധപ്പതിച്ച് പോയിട്ട് പോലും പിന്നീട് നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചിലർ വളർന്ന് പന്തലിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ഇതെല്ലാം ഒരു പക്ഷേ ഇവരുടെ ഈ കീ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. ഈ മെത്തേഡ് ചിലർ വേറെ തരത്തിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവാം, പക്ഷെ അതിന് പ്രോപ്പറായിട്ട് ഉള്ള രീതിയിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊന്നും കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന് ഇത് വളരെ വിലപ്പെട്ട ഒന്നായിരിക്കും. പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാനുള്ള കീ ഈ വീഡിയോയിലൂടെ ലഭ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദനമഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പം 6 മെത്തേഡ് എന്ന് പറയുമ്പോൾ 6 മെത്തേഡ് എന്ന് നമ്മൾ പൊതുവിൽ പറയപ്പെടും. ഇതെന്തെന്ന് വെച്ചാൽ രാവിലെ 6 മണിയും വൈകുന്നേരം 6 മണിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ ആണ് പറയുന്നത്. നമുക്കറിയാം, രാവിലത്തെ 6 മണി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിന്ന് പകലിലേക്കുള്ള വഴിത്താരയും, വൈകുന്നേരത്തെ 6 മണി എന്ന് പറഞ്ഞാൽ പകലിൽ നിന്നുള്ള രാത്രിയിലേക്കുള്ള വഴിത്താരയാണ്. ഇത് രണ്ടൊരു ജംഗ്ഷൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സമയത്ത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ശക്തികൾ പ്രസരണം ചെയ്യുന്ന സമയമാണ്. ഇതുപോലെ തന്നെ തമോ ഗുണങ്ങളും ഒരുപാട് ഈ സമയത്ത് വന്നു ചേരുന്നുണ്ട്. നമ്മുടെ ജീവിതഗതിക്ക് ആവശ്യം ആ സമയത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുക എന്നതാണ്. അതിനാണ് നമ്മൾ രാവിലെയും വൈകുന്നേരവും, അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമായിട്ടോ നമ്മൾ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥനാദി കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം പണ്ട് മുതലേ നമുക്കറിയാം, ഈ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സമയമാണ്, അത്ര മൂല്യമാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ ഗുണമുണ്ടാകും എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ്റെ തലം ഉണ്ട്, ഒരു മാനിഫെസ്റ്റേഷൻ്റെ തലമുണ്ട്. എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു താന്ത്രികമായിട്ടുള്ളൊരു ക്രിയ
എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇതിന് യോഗയുടെ ഒരു ബേസ് ഉണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒന്നാണ് ഈ 6-6 മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ശുദ്ധമായ ഒരു സ്ഥലത്ത് കിഴക്കോട്ട് നോക്കി ഇരിക്കുകയാണ് ആദ്യം വേണ്ടത്. നമ്മുടെ കൈകളും കാലുകളും ശുദ്ധമായിരിക്കണം, അതായത് നന്നായിട്ട് കഴുകിയിരിക്കണം. വായ നമ്മൾ നന്നായിട്ട് കഴുകി ശുദ്ധിയാക്കിയിരിക്കും. ദന്തശുദ്ധി നിർബന്ധമാണ്. ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം ഇതിനു മുമ്പ് കുടിക്കുന്നതിൽ തെറ്റില്ല. കുളിക്കണമെന്ന് ഞാനിവിടെ നിർബന്ധം പറയുന്നില്ല, അങ്ങനെ കാണുന്നില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കുളിച്ചിട്ട് വന്നിരിക്കുന്നവർക്ക് അത്രയും നല്ലതെന്നേ പറയുള്ളൂ. വെറും നിലത്ത് ചമ്രം പടിഞ്ഞ് ഇരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ വലത് കൈയിലെ 5 വിരലുകളും ഇടത് കൈയിലെ 1 വിരലും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ കൈയുടെ മുകളിൽ, ഈ പെരുവിരലിൻ്റെ മുകളിൽ, ഇടത് കൈയിലെ പെരുവിരലിൻ്റെ മുകളിൽ നമ്മുടെ വലത് കൈ ഇങ്ങനെ വെക്കണം, നെഞ്ചിൻ്റെ നേർഭാഗത്തേക്ക്. കണ്ടോ, ഇടത് കൈ വലത് കൈ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്രിയയിലേക്ക് കടക്കുന്നത്. നമ്മൾ കണ്ണുകൾ ആദ്യം ഇറുകെ അടയ്ക്കണം. ഇറുകെ അടച്ചിട്ട് ശ്വാസം വലിച്ചെടുക്കണം. എന്നിട്ട് മെല്ലെ പുറത്തേക്ക് വിടണം. വീണ്ടും ശ്വാസം വലിച്ചെടുക്കണം, മെല്ലെ പുറത്തേക്ക് വിടണം. ഇങ്ങനെ 6 വട്ടം നമ്മൾ ചെയ്യണം. ശ്വാസം നന്നായിട്ട് വലിച്ചെടുക്കണം, മെല്ലെ പുറത്തേക്ക് വിടണം, ശ്വാസം ഇങ്ങനെ വലിച്ചെടുത്ത് അത് ആ പ്രോസസ്സ് കൃത്യമായ രീതിയിൽ ചെയ്യുക. ഇങ്ങനെ 6 തവണ ചെയ്തതിന് ശേഷം നമ്മുടെ ശ്വാസോച്ഛ്വാസം നമുക്ക് സാധാരണ രീതിയിലാക്കാം. ഇനി നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഒരാൾക്കിപ്പോൾ ഒരു കാറ് മേടിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആ കാറ് ഏതാണെന്നുള്ള രൂപത്തെ കാണുക. ഇപ്പോൾ ഒരു ചുവന്ന കാറാണെങ്കിൽ നിങ്ങൾ ചുവന്ന കാറിനെ തന്നെ സങ്കല്പിക്കണം, അവിടെ വെള്ളക്കാറിനെ സങ്കല്പിക്കരുത്. അപ്പം ഏതാണ് എന്നുള്ള വ്യക്തത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ അതിനെ നന്നായിട്ട് സങ്കല്പിക്കണം. സങ്കല്പിച്ച് മനസ്സ് നിറയെ ആ കാർ ഇങ്ങനെ റോഡിലൂടെ വരുന്നു, നമ്മൾ അതിൽ കയറുന്നു, നമ്മൾ സന്തോഷത്തോടു കൂടി അതിലിരുന്ന് ഓടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. ആ കാറിനെ തന്നെ ചിന്തിക്കണം. ഇപ്പോൾ ഒരു ചുവന്ന കാറ്, ഇപ്പം ഉദാഹരണം ഒരു മാരുതി കാറിനെയാണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്നതെങ്കിൽ അത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ടാറ്റയുടെയോ മറ്റേതെങ്കിലും ഒരു കാറായി മാറാതിരിക്കുക. ഒന്നിൽ തന്നെ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തൊഴിലെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തൊഴിലുണ്ട്. അപ്പം നിങ്ങൾ ഏതിലാണ്? ഇപ്പോൾ ഒരു പോലീസുകാരനാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പോലീസ് യൂണിഫോം ഇട്ട് നിങ്ങൾ ഓഫീസിൽ ചെല്ലുന്നത്, മറ്റുള്ളവർക്ക് സംസാരിക്കുന്നത്, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പ്രതികളെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്നത്, അങ്ങനെ നിങ്ങളെ ആ രൂപത്തിൽ കൃത്യമായ രീതിയിൽ കാണാൻ ശ്രമിക്കണം. ഇത് ഇപ്പോൾ നമ്മളിപ്പം ഒരു കോൺസ്റ്റബിളിനെ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ DGP എന്നുള്ള രീതിയിൽ കാണരുത്. നമ്മൾ ഏത് പോസ്റ്റ് അതുവരെ കൃത്യമായ രീതിയിൽ നമ്മൾ കണ്ടിട്ട് വേണം നമ്മുടെ ആ മനക്കണ്ണിൽ അതും പൂർണ്ണമായിട്ട് കണ്ട് അതിനെ ഇങ്ങനെ ആസ്വദിക്കണം. നമ്മുടെ വീട്ടിൽ ചെല്ലുന്ന കയറുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സന്തോഷം വരുന്നു, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് സന്തോഷം വരുന്നു. ഇതെല്ലാം നമ്മുടെ ഈ യൂണിഫോമിലായിരിക്കണം. പോലീസ് എന്ന് പറയുന്ന യൂണിഫോമിൽ. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കുക. ഏതൊക്കെയാണ് മേഖല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മേഖല? ബിസിനസ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ബിസിനസ് നടത്തുന്ന ഏത് ബിസിനസ്സാണ് അതിനെ ആദ്യം മനസ്സിൽ കാണുക. അതിലെങ്ങനെയാണ് നിങ്ങൾ വിരാജിക്കുന്നതൊക്കെ വ്യക്തമായ രീതിയിൽ കാണണം. ഇങ്ങനെ നമ്മൾ കണ്ടതിന് ശേഷം ഇനി 3ാമത്തെ സ്റ്റെപ്പ്, അത് ഒരു മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ കാണണമെന്നാണ് പറയുന്നത്. കുറച്ചു നേരം നമ്മൾ പൂർണ്ണമായിട്ട് അത് ലയിച്ച് കാണും. അതിനുശേഷം നിങ്ങൾ ഇതിന് നന്ദി പറഞ്ഞു കൊടുക്കണം. പ്രപഞ്ചത്തിൻ്റെ അടുത്ത് പറയണം, പ്രപഞ്ചമേ എനിക്ക് ഇങ്ങനെ ഒരു വീട് തന്നതിന്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കാറ് തന്നതിന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തൊഴിൽ തന്നതിന്, എനിക്കിങ്ങനെ ഒരു ബിസിനസ് തന്നതിന്, എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ച കാര്യത്തിന് നന്ദി പറയണം. നിങ്ങൾക്ക് കിട്ടി എന്നുള്ള സങ്കല്പത്തിൽ നിങ്ങൾ ഈ നന്ദി പറയണം. അപ്പോഴെല്ലാം കൈത ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ, ഇതിൽ മാറ്റമില്ല. നിങ്ങൾ അതിനെ നന്ദി പറയണം, നന്നായിട്ട് ഉള്ളിൽ നന്ദി പറയണം. പിന്നെ ഈ കൈ വയ്ക്കുമ്പോൾ ഇങ്ങനെ അമിതമായിട്ട് അമർത്തേന്ന് വേണ്ട. ഒരു 6 മിനിറ്റ് നമ്മൾ ഏതാണ്ട് ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. അപ്പോൾ കൈക്ക് കഴപ്പ് ഈ ഒരു ഘട്ടം കഴിഞ്ഞ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തൊഴുതു പിടിക്കാം. പക്ഷേ ഈ നന്ദി പറയുന്നിടം വരെ നിങ്ങളുടെ കൈ ഇങ്ങനെ തന്നെ ഇരിക്കണം, അതിൽ മാറ്റം ഉണ്ടാവരുത് കേട്ടോ. നന്ദി പറയുന്ന ഘട്ടം വരെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്നതിന് നന്ദി, എൻ്റെ എല്ലാ ഇച്ഛകൾക്കും കൂടെ നിൽക്കുന്നതിന് നന്ദി, എൻ്റെ കൈകൾക്കും ശരീരത്തിനും പൂർണ്ണമായും കരുത്ത് നൽകുന്നതിന് നന്ദി, എനിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കനിഞ്ഞു നൽകുന്നതിന് നന്ദി, എനിക്ക് അവസരങ്ങളെ ഒരുക്കി തരുന്നതിന് നന്ദി. ഇങ്ങനെ നമ്മൾ ആ നന്ദി പ്രകടനം പൂർണ്ണമായിട്ട് തന്നെ പറയണം. ഇനി അടുത്ത്
നമ്മൾ ഈ ഒരു ആഗ്രഹമുണ്ട്, ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഞാൻ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് അതിനുവേണ്ടി പണം വേണം, ലാൻഡ് വേണം. അപ്പോൾ ലാൻഡ് ഇല്ലെങ്കിൽ ലാൻഡ് മേടിക്കാനുള്ള ഭാഗം, ഇനി അത് ലോൺ എടുത്താണോ, ലോൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് തൊഴിൽ ചെയ്ത് ലോൺ അടയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിൽ ആക്ഷനായിട്ട് പ്ലാൻ ചെയ്യുക. ഞാൻ ഇന്ന് ഇതിനു വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും എന്നുള്ള രീതി ഒരു പ്ലാനിങ് ഉണ്ട്. ഈ പ്ലാനിങ്ങിനനുസരിച്ച് ഞാൻ ഇന്ന് ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു കാറ് മേടിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഇന്നത്തെ ജോലിയോടൊപ്പം കുറച്ചുകൂടി ഞാൻ ജോലി ചെയ്തിട്ട് കുറച്ചുകൂടി എമൗണ്ട് കളക്ട് ചെയ്യും. കാര്യം എനിക്ക് കാറ് മേടിക്കണം, അതിനുള്ള പൈസ സ്വരൂപിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ സോഴ്സ്, സാമ്പത്തിക സോഴ്സ് എങ്ങനെയാണോ അതിനെ ഒന്ന് ചിന്തിക്കുക, അത് മനസ്സിൽ പറയുക. ഇത് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. വീണ്ടും നമ്മൾ കൈകളെ ഇങ്ങനെ മുന്നോട്ട് കാണിക്കണം. എന്നിട്ട് ഇടത് കൈയിലെ ഈ ചൂണ്ടുവിരൽ ഒഴികെ ബാക്കിയെല്ലാം മടക്കണം. വലത് കൈയിലെ എല്ലാ വിരലുകളെയും ഇങ്ങനെ കാണിക്കണം. എന്നിട്ട് പറയാം, പ്രപഞ്ചമേ ഞാൻ ആരംഭിക്കുകയായി, പ്രപഞ്ചമേ ഞാൻ ആരംഭിക്കുകയായി, പ്രപഞ്ചമേ ഞാൻ ആരംഭിക്കുകയായി. എന്നിട്ട് അപ്പോൾ പ്രപഞ്ചം നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, സുസ്വാഗതം, സുസ്വാഗതം, സുസ്വാഗതം. പ്രപഞ്ചം നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നതായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആരംഭിക്കുകയായി എന്ന് 3 വട്ടം പറയുമ്പോൾ പ്രപഞ്ചം നമ്മുടെ ഉള്ളിലിരുന്ന് പറയാണ്, സുസ്വാഗതം, സുസ്വാഗതം, സുസ്വാഗതം. അപ്പോൾ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലായല്ലോ. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എവിടെ മുതലാണ് ഇത് പറഞ്ഞു തുടങ്ങിയത് പോയിന്റ് 1 നിങ്ങൾ കേട്ടു നോക്കണം. പല ആവർത്തി കേട്ടു നോക്കണം. തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം കിട്ടില്ല. ശരിയായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്തിട്ട് സാധിക്കാതിരുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും സാധിച്ചെടുക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരു കാര്യം ചിന്തിച്ചിട്ട് ഇനിയിപ്പം അടുത്ത് ധ്യാനിക്കാതിരിക്കുമ്പോൾ വേറൊരു കാര്യത്തെ ചിന്തിച്ചേക്കരുത്. ഒരേ കാര്യം തന്നെ നമ്മൾ ഈ 18 ദിവസവും ചിന്തിക്കണമെന്നാണ്. ഈ 18 ദിവസം എപ്പോഴാണ്? ഇതിപ്പോൾ ഞാൻ രാവിലത്തെ കാര്യം പറഞ്ഞു, ഇനി ഇതുപോലെ വൈകുന്നേരവും ചെയ്യണം. 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം എടുക്കാമെന്നാണ് പറയുന്നത്. എങ്കിലും ഞാൻ ഷാർപ്പ് 6 മണിയാണ് പറയാറുള്ളത്. രാവിലെ 6 മണി, വൈകുന്നേരം 6 മണി. പരമാവധി 6:15 ചെയ്യാമെങ്കിൽ ഏറെ ഉത്തമം. 6:15. കാര്യം അതൊരു അന്തിമങ്ങൂഴ സമയമാണ് എന്ന് പറയാം. ഒന്ന് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ഒന്ന് പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക്, അങ്ങനെയുള്ള സങ്കല്പമാണ്. അപ്പോൾ രാവിലെയും ചെയ്യുന്നു, വൈകുന്നേരം ഇത് ചെയ്യുന്നു. ഇങ്ങനെ 18 ദിവസം ഒരേ ലക്ഷ്യത്തെ മുൻനിർത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിൻ്റെ സാഫല്യം അതിവേഗം തന്നെ നടന്നു കിട്ടുന്നതാണ്. അതിവേഗതയിലാണ് നടക്കുന്നത്. ഇതിന് ശുദ്ധവൃത്തങ്ങളൊന്നും പാലിക്കാനില്ല. ഒരാൾക്ക് പുലയുണ്ട്, ഒരാൾക്ക് ആർത്തവമുണ്ട്, ഇതൊന്നും ഇതിനെ ബാധിക്കുന്നതല്ല. നിങ്ങൾക്ക് 18 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നതുമാണ്. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയ്ക്കും നേടിയെടുക്കാത്ത പലതും നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു വീട് വയ്ക്കുമ്പോൾ 18 ദിവസം കൊണ്ട് വീട് വെച്ച് തീരുമോ? ഇല്ല. പക്ഷെ അത് തൊട്ടായിരിക്കും നിങ്ങളുടെ ആരംഭം കുറിക്കുക. ഈ 18 ദിവസം കഴിയുന്ന ആ മുറയ്ക്കായിരിക്കും നിങ്ങളുടെ ആ പുതിയ ഐശ്വര്യത്തിലേക്കുള്ള വാതായനങ്ങൾ തുറക്കപ്പെടുക. ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മളിലേക്ക് വന്ന് നിറയണം. അപ്പോൾ ഈ 18 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പറയും, എനിക്ക് 1-2 ദിവസം ചെയ്തപ്പോൾ അത്രത്തോളം ശരിയായില്ല എന്ന് തോന്നുന്നു, അപ്പോൾ ഒരു 3 ദിവസം കൂടെ ഞാൻ അഡീഷണൽ ചെയ്തോട്ടെ. പറ്റില്ല. നിങ്ങൾ 18 ദിവസം ചെയ്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അത്ര ശരിയായില്ല എന്ന് തോന്നുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഒരു 18 തവണയും കൂടെ ചെയ്യണം. അതാണ് എൻ്റെ മെത്തേഡ്. അല്ലാതെ നമ്മൾ 1-2 അഡീഷണൽ ചെയ്യാം എന്നുള്ള രീതിയിൽ എടുക്കരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പക്ഷേ ഒന്നുണ്ട്, നിങ്ങൾ ഇത് പൂർണ്ണമായിട്ട് കേട്ടിട്ട് ചോദിക്കുക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്.